ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാസിൽ. വൺ ഫോർ ഓൾ എന്ന യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു സാധനം കൊണ്ടാണ്. വേറൊന്നുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധാരണ ഹെൽമെറ്റ് എങ്ങനെ ഒരു ബ്ലൂടൂത്ത് നമുക്ക് സ്വന്തമായി പിടിപ്പിക്കാം, നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. 2500 3000 രൂപ റേഞ്ചിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് ഹെൽമെറ്റ് പിടിപ്പിക്കാനുള്ള ബ്ലൂടൂത്ത് കിട്ടും. ഇത് ആ രീതിയിലുള്ള ബ്ലൂടൂത്തുകളൊന്നും നമ്മുടെ ഉള്ള പഴയ ബ്ലൂടൂത്തിൻ്റെ ഡിവൈസ് വെച്ച് എങ്ങനെ നമ്മുടെ ഹെൽമെറ്റ് അത് ചുരുങ്ങിയ ചിലവ് ഒരു ബ്ലൂടൂത്ത് പിടിപ്പിക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ കാണിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒരു പഴയ ബ്ലൂടൂത്ത് ഇയർഫോൺ, അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ പഴയത് വല്ലതും ഉണ്ടെങ്കിൽ അത് മതി. ഇതിന് മെയിനായിട്ട് വരുന്ന തകരാറെന്ന് വെച്ചാൽ അതിൻ്റെ ബാറ്ററിക്ക് വരുന്ന തകരാറാണ്. അങ്ങനെ തകരാറുള്ളതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ആമസോണോ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത മൊബൈൽ കടയിലോ വളരെ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന 600 രൂപ 700 രൂപ ആ റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കിട്ടുന്ന ഒരു ഇയർഫോൺ. പിന്നെ ആവശ്യമുള്ളത് ഒരു ബാറ്ററി. ഈ ബാറ്ററി എന്ന് വെച്ചാൽ മൊബൈൽ ഫോണിൽ വരുന്ന ബാറ്ററി അല്ല, സാധാരണ നമ്മൾ ടോർച്ചുകളിലൊക്കെ വരുന്ന 3.6-ൻ്റെ റീചാർജബിൾസ് അല്ല. ഇത് 2000 mAh കപ്പാസിറ്റി വരുന്ന ബാറ്ററിയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ ബ്ലൂടൂത്ത് വരുന്ന ബാറ്ററി, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഓൾറെഡി ബാറ്ററി വരുന്നുണ്ട്. ആ ബാറ്ററി നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാനുള്ളതോ അപകടം ഉണ്ടാക്കിയൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ തരം ബാറ്ററികളാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ബാറ്ററി ബാക്കപ്പ് ധാരാളം ലഭിക്കുകയും ചെയ്യും. പിന്നീട് ആവശ്യമുള്ളത് ഈ ടൈപ്പ് 2 സ്പീക്കറുകൾ. ഈ സ്പീക്കറുകൾ ചൈന ഫോണുകൾക്കകത്ത് വരുന്ന സ്പീക്കറാണ്. ഇത് മൊബൈലിൻ്റെ സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന മൊബൈൽ കടകളിൽ മേടിക്കാൻ കിട്ടും. ഒന്നത് 100 രൂപ താഴെ വില വരത്തുള്ളൂ. ഇതുപോലത്തെ 2 സ്പീക്കറുകൾ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് വയറുമുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഏത് ഹെൽമെറ്റും നമുക്ക് സ്മാർട്ട് ഹെൽമെറ്റായിട്ട് മാറ്റാം. ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നത് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. ഓപ്പൺ ഫേസുള്ള സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിലാണ് ഞാൻ ഇന്നിവിടെ ഈ ബ്ലൂടൂത്ത് ഹെൽമെറ്റ് നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാണം തുടങ്ങിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു കത്തിയോ മറ്റോ എടുക്കുക. ഭൂരിഭാഗം ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്കും ഈ കവർ കണ്ടോ, അത് മിക്കവാറും ഒട്ടിയിലോ ലോക്ക് പ്രസ്സിങ്ങോ മറ്റോ ആയിരിക്കും. ഭൂരിഭാഗം ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെയാണ്. സ്ക്രൂ കാണാൻ സാധ്യത വളരെ കുറവാണ്, വളരെ അപൂർവമാണ്. അത് ഇതിൻ്റെ ഈ ചെറിയ വെട്ട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. വെട്ടക്കുറവുള്ളതിൽ നമുക്കൊരു ലൈറ്റിൻ്റെ സഹായം തേടാം. ഈ ലോക്കിന് ഈ പിച്ചാത്തി ഉപയോഗിച്ച് ചെറുതായി തുറക്കുക. തുറന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത് ഇതുപോലെ ഒരു സർക്യൂട്ട് ബോർഡായിരിക്കും. സർക്യൂട്ട് ബോർഡിൽ 2 സ്പീക്കറുകളിലോട്ടുള്ള ലൈനുകൾ, ഇത് 2 സ്പീക്കറുകളിലോട്ടുള്ള ലൈനുകളും, ഇതാണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ബാറ്ററി. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. അതിനുശേഷം ബാറ്ററി ഈ സർക്യൂട്ടിൽ നിന്ന് വിടിയിപ്പിക്കാം.
ഞാനിപ്പോൾ ഈ ബാറ്ററി സർക്യൂട്ടിൽ നിന്ന് ഉടിയിപ്പിച്ചിരിക്കണം. ശേഷം നമ്മുടെ കയ്യിലുള്ള വയർ ഉപയോഗിച്ച് പുതിയതായി 2 വയറുകൾ ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. നമ്മളത് സർക്യൂട്ടിൽ നമ്മൾ സോൾഡർ ചെയ്തതിന് ശേഷം നമ്മൾ ബാറ്ററി എടുത്തിട്ട് നെഗറ്റീവിൽ നിന്ന് വരുന്ന വയർ ബാറ്ററിയുടെ നെഗറ്റീവിലും പോസിറ്റീവിൽ നിന്ന് വരുന്ന വയർ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. നല്ല രീതിക്ക് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഒരു കാരണവശാലും നമ്മളിത് ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും എടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ബാറ്ററിയുടെ ടെർമിനലിൽ നിന്ന് വയറ് വിട്ടു പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ശേഷം നമുക്ക് നമ്മുടെ കണക്ഷൻ ശരിയാണെന്ന് നോക്കണ്ടേ, ബ്ലൂടൂത്ത് ഒന്ന് ഓണാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും ബ്ലൂടൂത്ത് ഡിവൈസ് ലൈറ്റ് മിന്നുന്നതായിട്ട്. അപ്പോൾ ബ്ലൂടൂത്ത് ഡിവൈസ് നമ്മുടെ ബാറ്ററിയുമായി കണക്ട് ചെയ്തു ശേഷം വീണ്ടും ഈ ഡിവൈസ് ഓഫ് ചെയ്യുക. ഇനി വേണ്ടത് നമ്മളുടെ സ്പീക്കറുമായിട്ടുള്ള കണക്ഷൻ ശരിയാക്കുക എന്നുള്ളതാണ്. നമുക്കിതിൻ്റെ വന്നിരിക്കുന്ന സ്പീക്കർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇൻസ്റ്റലേഷൻ കളഞ്ഞ് വയർ പുറത്തെടുക്കുക. 2 സൈഡിലെയും സ്പീക്കറിൻ്റെ ഇൻസ്റ്റലേഷൻ കളഞ്ഞ് വയർ പുറത്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ചെറിയ വയറുണ്ടെങ്കിൽ ഇത് ബോർഡിൽ തന്നെ മാറ്റി വേറെ വയർ കണക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ തൽക്കാലം ചെറിയ വയറില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വയറിൽ തന്നെയാണ് തൽക്കാലം പണി ചെയ്യാൻ പോകുന്നത്. ഇത് ഓൾറെഡി ഇൻസുലേഷൻ കോട്ടിങ്ങുള്ള വയറായതുകൊണ്ട് നമ്മൾ അല്പം ഫ്ലെക്സ് മുക്കി സോൾഡറിങ് കൊണ്ടൊന്ന് ചൂടാക്കിയാൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ പോയി കിട്ടുന്നതിന് രണ്ട് സൈഡിലെയും വയർ ഇതുപോലെ ഇൻസുലേഷൻ കളഞ്ഞ് എടുക്കുക. ശേഷം നമ്മുടെ കയ്യിലുള്ള സ്പീക്കർ
ഈ വയറിൻ്റെ ഏറ്റവുമായി കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ സ്പീക്കറും ബ്ലൂടൂത്തും എല്ലാം വർക്കാണെന്നൊന്നും അറിയണ്ടേ. വർക്കാണെന്ന് അറിയാൻ ശേഷം ബ്ലൂടൂത്ത് ഒന്ന് ഓണാക്കുക. മൊബൈലെടുത്ത് മൊബൈലിൽ ബ്ലൂടൂത്ത് എടുക്കണം. പെയർ നിലവിൽ ഡിവൈസുമായി എൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. 80% ബാറ്ററി ചാർജ് കാണിക്കുന്നുണ്ട്. എല്ലാം ഓക്കെ. ഇത് നമുക്ക് തൽക്കാലം യൂട്യൂബിലൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഓഡിയോ കിട്ടുന്നുണ്ടെന്ന് അറിയണ്ടേ. നിങ്ങൾക്കിത് എന്തുമാത്രം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമില്ല. എന്നെങ്കിലും നിലവിൽ നമ്മുടെ സ്പീക്കർ വർക്കാണ്. നമുക്കിനി ബാക്കി ഇത് നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം. ഇതിൻ്റെ കവറിനകത്ത് തിരിച്ച് സെറ്റ് ചെയ്യാം. പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കവറിൻ്റെ സ്ഥാനം നോക്കിയിട്ട് നമ്മുടെ പവർ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെറിയൊരു ഹോൾ നമ്മൾ ആ കവറിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഡിവൈസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഇതുപോലെ കേസിൻ്റെ അകത്താക്കി തിരിച്ച് പഴയപോലെ പാക്ക് ചെയ്തു. ബാറ്ററി കണക്ട് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള സ്പീക്കർ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആവശ്യം ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഞാൻ ഉപയോഗിക്കുന്ന 3Mൻ്റെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. ഇത് കുറച്ച് നല്ല പശയുള്ള സാധനമാണ്. നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, എങ്ങും പോകാൻ പോകുന്നില്ല. ഡബിൾ സൈഡ് സ്റ്റിക്കർ
ചെറിയ പീസ് എടുത്ത് നമ്മൾ സ്പീക്കറിൻ്റെ ബാക്കിൽ വെച്ചു. ചെറിയ പീസ് എടുത്ത് സ്പീക്കറിൻ്റെ ബാക്കിൽ വെക്കുക. ഇതുപോലെ സ്പീക്കറിൻ്റെ ബാക്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററി അതിന് മുമ്പായിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്യുക. ഇത് രണ്ടാണ് ഇതിന് ഇങ്ങനെ കവർ ചെയ്യുന്ന ഉദ്ദേശം. ഒന്ന് ബാറ്ററി ഇൻസുലേഷൻ ആയിരിക്കും, ചെറുതായിട്ട് വെള്ളമൊന്നും നനഞ്ഞാലും ഇതിനകത്തോട്ട് ബാറ്ററിയുടെ ടെർമിനലിലോട്ട് കയറാതിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ വയർ ബാറ്ററിയുമായിട്ട് ചേർത്ത് ബന്ധിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു ബലം വന്നു കഴിഞ്ഞാൽ വയർ ബാറ്ററിയെ വിട്ടുപോകാതിരിക്കും. ഇപ്പോൾ നമ്മളിത് ബാറ്ററിയുമായി ബന്ധിപ്പിക്കും. ബാറ്ററി അപ്പം നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കണം. ഇതെൻ്റെ ബാറ്ററി, ഇതെൻ്റെ ബ്ലൂടൂത്തിൻ്റെ മൊഡ്യൂള്, 2 സ്പീക്കർ. നമുക്കപ്പോൾ ഇതെങ്ങനെ ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുക്കുന്നു. ഹെൽമെറ്റ് എടുത്ത ശേഷം ഹെൽമെറ്റിൻ്റെ ഈ 2 സൈഡിലുള്ള ഇയർപാഡ് നമുക്ക് ഒട്ടുമിക്ക ഹെൽമെറ്റിന് അഴിച്ചെടുക്കാൻ പറ്റും. ഇയർപാഡ് അഴിച്ചെടുക്കുക. ഇത് ഇയർപാഡ് സാധാരണ ഹെൽമെറ്റിനെ നമുക്ക് ഊരി കഴുകാൻ വേണ്ടിയാണ് ഈ അഴിച്ചെടുക്കാൻ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഇയർപാഡ് കണ്ടുപിടിക്കുക. ഈ ബാറ്ററി ഏതെങ്കിലും ഒരു ഇയർപാഡിൻ്റെ അകത്തോട്ടാക്കി ലഭിക്കുക. അതിനുശേഷം നമ്മൾ ഹെൽമെറ്റിനകത്ത് ബാറ്ററി സെറ്റ് ചെയ്തതിന് ശേഷം വയർ ഈ ഗ്യാപ്പിൽ കൂടെ ഒന്ന് എടുക്കുക. ഗ്യാപ്പിൽ കൂടെ എടുത്ത് ഇതിൻ്റെ ഈ ഡിവൈസ് വരുന്ന വയറിന് നീളം ഏകദേശം നോക്കിയിട്ട് ഹെൽമെറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചാൽ മഴ നനയാത്ത ഭാഗത്ത് എവിടെയെങ്കിലും പിടിപ്പിക്കുക. മഴ നനയാത്ത ഭാഗത്ത് എവിടെയെങ്കിലും ഒന്നെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറോ അല്ലെങ്കിൽ പശ വെച്ചോ മറ്റോ ഇത് ഒട്ടിച്ച് വെക്കുക. ഇതിലിപ്പം ഗ്ലൂ ഗൺ ഉള്ളതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സ്പീക്കർ ഇതിൻ്റെ ഈ ബഡ്സിൻ്റെ ഇതുപോലെ തന്നെ ഈ ഇയർപാഡിൻ്റെ അകത്ത് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെക്കാനുള്ള ഇത് അതിലൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇങ്ങനെ സെറ്റ് ചെയ്യുക. ഇതുപോലെ സെറ്റ് ചെയ്യുക. മറ്റേ സ്പീക്കർ അടുത്ത ഇയർപാഡ് വരുന്ന പോർഷനിൽ സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇയർപാഡ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് ഉറപ്പിച്ച് ഇത് വെക്കുക. അതിൻ്റെ ശേഷം അതിൻ്റെ ഈ വയറുകൾ ഈ ബീഡിങ് ഇടയ്ക്കൂടെ കഴിവതും ഒതുക്കി പിടിപ്പിക്കണം.
കഴിവതും വയറുകൾ ഒതുക്കി വെക്കാൻ നോക്കണം മാക്സിമം. പിന്നെ കഴിവതും ഹെൽമെറ്റ് കുത്തിപ്പൊളിക്കാതെയും ചെറിയ ചെറിയ മാർഗത്തിൽ പിടിപ്പിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഏകദേശം ഈ ഹെൽമെറ്റ് ഉണ്ടാക്കി ഏകദേശം ഒരു 3 ആഴ്ച ഉപയോഗിച്ചു. അതിനുശേഷം എടുക്കുന്നതാണ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ. ഞാൻ 2ാം ദിവസമാണ് അഴിച്ചെടുത്തിട്ട് അത് കാണിക്കാൻ വേണ്ടി തന്നെ മാത്രം 2ാമത് ഫിറ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഈ 3 ആഴ്ച ഉപയോഗിച്ചത് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും അത് നിങ്ങൾ ഉണ്ടാക്കി നമുക്കൊരു പരാജയമാണല്ലോ. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ 3 ആഴ്ച ഈ സാധനം ഇത് ഉപയോഗിച്ച് നോക്കിയത്. ഇതിൻ്റെ ഒരു പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയോളം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അത്രയും ബാറ്ററി ബാക്കപ്പ് ബാറ്ററി ലൈഫും ഈ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഫ്രണ്ട് ഓപ്പൺ ഹെൽമെറ്റ് ആയതുകൊണ്ടാണ് ഞാനിത് ഈ യൂണിറ്റ് ഞാൻ ഇവിടെ ഉറപ്പിച്ച് കഴിവതും മഴ നനയാത്തതും എന്നാൽ നമുക്ക് ചാർജ് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലത്ത് തന്നെ വേണം ഇതിൻ്റെ ഈ ബ്ലൂടൂത്തിൻ്റെ ഈ ഡിവൈസ് വെക്കാൻ. അങ്ങനെ നമ്മുടെ ബ്ലൂടൂത്ത് ഹെൽമെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഡിവൈസ് നിങ്ങൾക്ക് എവിടെ വേണം, ഈ ബ്ലൂടൂത്തിൻ്റെ ഈ ഡിവൈസ് നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ എവിടെ വേണമെങ്കിലും പിടിപ്പിക്കാം. എൻ്റെ ഇത് ഫ്രണ്ട് ഓപ്പൺ ഹെൽമെറ്റ് ആയതുകൊണ്ട് മഴ പെയ്യുമ്പോഴേക്കും നനയാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഇത് പിടിപ്പിച്ചത്. നിങ്ങളുടെ ഫ്രണ്ട് ഓപ്പൺ ഹെൽമെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽമെറ്റിൻ്റെ ഇത് ഈ ഭാഗത്തായിട്ട് പിടിപ്പിക്കണമെന്ന് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും മൈക്ക് കുറച്ചും കൂടെ പക്കായിട്ട് വർക്ക് ചെയ്യും. മൈക്കിൻ്റെ വോയിസ് ക്ലാരിറ്റി എല്ലാം കിട്ടും. ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് വലിയ മോശമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് പിന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ആ ചൈനീസ് ഫോണിൻ്റെ സ്പീക്കർ കിട്ടിയിരുന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പിള്ളേരുടെ ടോയ്സിൻ്റെ അകത്ത് വരുന്ന ഈ മോഡൽ സ്പീക്കർ പിള്ളേരുടെ ടോയ്സിൻ്റെ ആവശ്യം പോലെ കാണും. ഈ സ്പീക്കർ നിലയിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് പിടിപ്പിച്ചാലും മതി. അല്ലെങ്കിൽ വീട്ടിൽ പഴയ ഹെഡ്സെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ പഴയ ഹെഡ്സെറ്റോ വല്ലതും, ഇയർഫോൺ അല്ല ഹെഡ്സെറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പീക്കർ അഴിച്ചെടുത്താലും മതിയാവും. അല്ലാതെ നിങ്ങളിപ്പം ചൈന ഫോണിൻ്റെ സ്പീക്കർ തപ്പിയോ മറ്റുള്ള സ്പീക്കർ തപ്പിയോ നടക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ടോയ് ഫോണിൻ്റെ സ്പീക്കർ ടോയ്സിൻ്റെ അകത്തുള്ള സ്പീക്കർ വെച്ചിട്ട് അത്യാവശ്യം നല്ല സൗണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മുടെ ഹെൽമെറ്റ് വർക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ ചാർജിങ് നോക്കാം. നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഞാൻ ചാർജർ കണക്ട് ചെയ്തു. ചാർജർ നമുക്ക് കണക്ട് ചെയ്തപ്പോഴേക്കും ചാർജിങ് ഇൻഡിക്കേഷൻ വന്നു. ബാറ്ററി ചാർജിങ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ചാർജർ ഊരി നമുക്കിന്ന് ഡിവൈസ് ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഡിവൈസ് ഓൺ ചെയ്തു. ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ഫോണിലെ ബ്ലൂടൂത്ത് ഓണാക്കി അതിനുശേഷം ബ്ലൂടൂത്ത് സെറ്റിങ്സ് എടുത്ത് ന്യൂ പെയർ കൊടുത്തു. അതിനകത്ത് നമ്മുടെ ഹെൽമെറ്റിന് ബ്ലൂടൂത്ത് കാണിച്ചിട്ടുണ്ട്. പെയർ കൊടുത്തു. ഇപ്പോൾ ഹെൽമെറ്റ് ഫോണുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ചാനലിലുള്ളൊരു വീഡിയോ തന്നെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്.
പറയുമ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ഓഡിയോ എന്തുമാത്രം വ്യക്തമാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ നിലവിൽ കേൾക്കുന്നത് ഹെൽമെറ്റിനകത്തുള്ള സ്പീക്കറിലാണ് കേൾക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കോള് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ നോക്കാം. ഞാൻ ഈ ഹെൽമെറ്റ് ഇപ്പം തലയിൽ വെക്കുവാണ്. നമ്മൾ ആ സ്പീക്കർ ആ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വയറിങ്ങിൻ്റെ ആട്ടോ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ശേഷം നമുക്ക് കസ്റ്റമർ കെയർ നമ്പറിലോട്ട് കോൾ ചെയ്ത് നോക്കാം. ഈ കോള് കണ്ടായി കിട്ടിയിട്ടുണ്ട്. യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഹെൽമെറ്റിന് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഈ ഒരു സാധനം നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. ഇപ്പോൾ ബൈക്ക് യാത്രയിൽ പാട്ട് കേട്ടു പോകുന്നതോ മറ്റും ഒട്ടും ശരിയായിട്ടുള്ള പ്രവണതയല്ല. നമ്മുടെ ശ്രദ്ധ പോകാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും ബൈക്ക് യാത്രയിൽ പാട്ട് കേൾക്കാൻ വേണ്ടി ഈ ഒരു ഡിവൈസ് നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങൾക്ക് കോള് അറ്റൻഡ് ചെയ്യാനും മറ്റും വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡിവൈസ് ഹെൽമെറ്റിനകത്ത് പിടിപ്പിച്ചത്. നമ്മൾ ജോലിക്കിടയിലോ മറ്റും നല്ല മഴയത്ത് ചിലപ്പോൾ നമ്മൾ ഫോൺ എടുത്തില്ലേ വീട്ടുകാർ പേടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സാധനം ഞാൻ ഈ ഹെൽമെറ്റ് അത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. അപ്പോഴേക്കും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.